മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 2-ന് സിസോദിയയെ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അതേസമയം സിസോദിയെ CBI കസ്റ്റഡിയിൽ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഗീസ് പീറ്റർ ചേരുന്നുണ്ട്. ഗീസ്, സിസോദിയയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ടോ, അതോ വീണ്ടും റിമാൻഡ് കാലാവധി നീട്ടാനാണോ സാധ്യത? മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുന്നതോടെ അദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയാണ്. ഉച്ചയ്ക്ക് 2-ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് സിസോദിയയെ ഹാജരാക്കുക. അതേസമയം സിസോദിയെ വീണ്ടും കസ്റ്റഡിയിൽ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ഗീസ്, ആം ആദ്മി പാർട്ടിയുടെ ആരോപണം അടക്കം ഇന്ന് സിസോദിയയുടെ വക്കീൽ കോടതിയെ ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തരത്തിൽ മാനസികമായി ഉൾപ്പെടെ CBI കസ്റ്റഡിയിൽ വെച്ച് സിസോദിയെ പീഡിപ്പിക്കുന്നുണ്ട് എന്നൊരു ആരോപണം കൂടിയുണ്ട്. ഇതെല്ലാം കോടതി പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? കമലേഷ്, ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുകയാണ് ആപ്പ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ശക്തമായി തന്നെ ആം ആദ്മി പാർട്ടി എതിർക്കുന്നുണ്ട്. അത് വിമർശന ചൊവ്വയോടെ തന്നെയാണ് എതിർക്കുന്നതെന്നാണ്. കാരണം ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഈ അന്വേഷണ ഏജൻസികളെ, CBI അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന വിമർശനമാണ് പ്രധാനമായിട്ടും ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഈ ആദ്യമായിട്ട് സിസോദിയെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുമ്പോൾ 5 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് CBI ആവശ്യപ്പെട്ടത്. 5 ദിവസം കസ്റ്റഡിയിൽ വിടുകയും പിന്നീട് രണ്ടാമത് സിസോദിയെ ഹാജരാക്കിയപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് 2 ദിവസം മതി എന്ന് കോടതി ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയായി ഇന്ന് അവസാനിക്കുമ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുവാനാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 മണിയോടുകൂടി ഹാജരാക്കുമ്പോൾ പ്രധാനമായിട്ടും സിസോദിയയുടെ വാദം, ഈ വാദം എന്നത് CBI തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ മാനസികമായി പ്രതിസന്ധിയിലാക്കുന്നു എന്നൊരു വാദം തന്നെയായിരിക്കാം ഇത്തവണയും ഉന്നയിക്കുക. ആം ആദ്മി പാർട്ടിയും ഇന്നലെ ദേശീയ നേതൃത്വം ഈ ഒരു വാദം മുന്നോട്ട് വെച്ചിരുന്നു. ആം ആദ്മി പാർട്ടി പറയുന്നത് സിസോദിയെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്ന വാദമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ സിസോദിയ മുന്നോട്ട് വെച്ച വാദവും ഇത് തന്നെയായിരുന്നു. തുടർച്ചയായ 9 മണിക്കൂർ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലും CBI ഉദ്യോഗസ്ഥർ തങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം മാത്രം ആവർത്തിക്കുകയാണ്. ഇതിലൂടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഒരു ചോദ്യം തന്നെ പലപ്പോഴായി ആവർത്തിക്കുന്നു. അതിന് മറുപടി നൽകിയിട്ടും വീണ്ടും വീണ്ടും ഇതേ ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. CBIയുടെ മനസ്സിലുള്ള ഉത്തരം ലഭിക്കുക, ആ ഒരു ലക്ഷ്യമാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഒന്നും തന്നെ ശേഖരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ CBIയുടെ വാദം തെളിവുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നതാണ്. ഇത് കേവലം ഒരു വാദം മാത്രമാണ്. കൃത്യമായ തെളിവുകളൊന്നും തന്നെ CBIയുടെ പക്കൽ ഇല്ല എന്നാണ് സിസോദിയയും ഒപ്പം തന്നെ ദേശീയ നേതൃത്വവും വാദിക്കുന്നത്. എന്തായാലും ഇന്ന് ഹാജരാക്കുമ്പോൾ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് സിസോദിയയ്ക്ക് ജാമ്യം കിട്ടുമോ എന്ന കാര്യം തന്നെയാണ്. ഇത്തരം വാദങ്ങൾ, മാനസികമായി പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ തെളിവുകളില്ല എന്ന വാദങ്ങളൊക്കെ ആദ്യമായി കോടതിയിൽ വന്നപ്പോഴും നിരത്തിയതാണ്. പക്ഷേ ആ വാദങ്ങളൊന്നും തന്നെ കോടതി ചെവികൊണ്ടില്ല. പിന്നെ സിസോദിയയുടെ വാദം തള്ളുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ന് വീണ്ടും സിസോദിയെ ഹാജരാക്കുമ്പോൾ പ്രധാനമായിട്ടും CBI മുന്നോട്ട് വെക്കുന്ന വാദം കൂടുതൽ തെളിവുകളുണ്ട്, അതുകൊണ്ട് തന്നെ റിമാൻഡിലേക്ക് വിടണം എന്നൊരാവശ്യമായിരിക്കും ഒരുപക്ഷെ മുന്നോട്ട് വെക്കുക, അല്ലെങ്കിൽ കസ്റ്റഡി കാലാവധി നീട്ടുക എന്നൊരാവശ്യമാണ് മുന്നോട്ട് വെക്കുക. എന്തായാലും ഇതിനെ പ്രതിരോധിക്കുവാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. കാരണം സിസോദിയ മുതിർന്ന നേതാവാണ്. ഒപ്പം തന്നെ ഡൽഹിയിൽ വിദ്യാഭ്യാസ നയങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളും വലിയ വികസന കാഴ്ചപ്പാടുകളും കൊണ്ടുവന്നിട്ടുള്ള നേതാവാണെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും CBIയുടെ വാദങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് സിസോദിയെ പുറത്തിറക്കുക അല്ലെങ്കിൽ സിസോദിക്ക് ജാമ്യം ലഭ്യമാക്കുക എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ആം ആദ്മി മുന്നോട്ട് വെക്കുന്നത്. കമലേഷ്, ഇതിൽ പ്രധാനമായും
ഈ CBI അടക്കം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ മനീഷ് സിസോദിയയുടെ ഇടപെടൽ തെളിയിക്കാനായി അവർ ഉപയോഗിക്കുന്നത് ചില ഫോൺ കോൾ രേഖകളും സിം കാർഡുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. 140-ലേറെ സിം കാർഡുകൾ ഈ സമയത്ത്, ഈ കരാർ പുതുക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി മാത്രമായി, ഇതിൻ്റെ ആശയവിനിമയത്തിന് വേണ്ടി മാത്രമായി മനീഷ് സിസോദിയ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇത് കൃത്യമായി തെളിയിക്കാൻ സിസോദിയ എന്നാൽ ഈ കോടതിയിൽ വെല്ലുവിളിക്കുന്നത്, ഓക്കെ, നിങ്ങൾ ഇത്തരത്തിൽ സിം കാർഡുകളുടെയും കോൾ റെക്കോർഡ്സിൻ്റെയും കാര്യങ്ങൾ പറയുന്നു എന്നതല്ലാതെ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നത് കൃത്യമായി കോടതിക്ക് മുന്നിൽ വയ്ക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ തീർച്ചയായും എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്, ഇത് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയാൻ CBIക്ക് കഴിയുമോ? കമലേഷ്, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിമർശനം. അതായത് ഇത്തരത്തിൽ വലിയ ഒരു അഴിമതി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രഭരണ പ്രദേശമായ സംസ്ഥാനത്തിൻ്റെ തന്നെ വലിയ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന വാദമാണ് പ്രധാനമായിട്ടും CBI മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ ഫണ്ട്, ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലേക്കാണ്, ഗോവൻ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ, അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ജനാധിപത്യത്തിലേക്കുള്ള ഒരു വെല്ലുവിളിയായി തന്നെയാണ് കേന്ദ്രം വിമർശനം മുന്നോട്ട് വെക്കുന്നത്. CBIയും ആ വാദത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഈ ജനാധിപത്യ രീതികളെ പോലും അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗമായിട്ടാണെന്നാണ് ഈ അഴിമതി പണം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിനായി പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ സിസോദിയ അല്ലെങ്കിൽ ആപ്പിന്റെ വാദം എന്നത് കൃത്യമായ തെളിവുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ CBIയുടെ കയ്യിലോ ഇല്ല എന്നതാണ്. ഇത്തരത്തിൽ ഈ സിം കാർഡുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ വ്യക്തമാക്കുമ്പോഴും കൃത്യമായ തെളിവ് അല്ലെങ്കിൽ കൃത്യമായ വിശദീകരണം നൽകുവാനായിട്ട് കോടതിയിൽ നൽകണമെന്ന ഒരു ആവശ്യം, ഒരു വാദമാണ് സിസോദിയ കഴിഞ്ഞ തവണ കോടതിയോട് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരത്തിൽ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉണ്ടായേക്കാം. കൃത്യമായ വിശദീകരണമോ മറ്റ് തെളിവുകളോ ലഭ്യമാക്കുവാൻ CBIക്ക് കഴിയുമോ എന്ന ഒരു ചോദ്യം ഉണ്ടായേക്കാം. അത്തരത്തിൽ ഒരു ചോദ്യം ഉയർന്നാൽ മാത്രമേ CBIയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡാറ്റ തെളിവ്, അല്ലെങ്കിൽ ഈ ഒരു തെളിവ് കോടതിയെ സമർപ്പിക്കേണ്ട കാര്യമുള്ളൂ. സിസോദിയ വാദം ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ തെളിവുകൾ നിരത്തേണ്ട ഒരു ആവശ്യകത അത് CBIക്കില്ല. എന്തായാലും കോടതിയിൽ ഇക്കാര്യം എന്താകും എന്നത് 2 മണിക്ക് നടക്കുന്ന വാദത്തിലാണ് എന്തായാലും വ്യക്തമാവുക. കോടതിയിൽ അറിയിക്കുമോ, അല്ലെങ്കിൽ കോടതി ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമോ ചോദിക്കുമോ എന്ന കാര്യം കൃത്യമായി 2 മണിക്ക് തന്നെ നമുക്ക് ലഭ്യമാകും. കമലേഷ്, വ്യക്തമാണ് ഗീസ്. മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സിസോദിയെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ഗീസ് പീറ്ററാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.